ഞാനിവിടെ കാനഡയിൽ വന്നു കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഒരു എടുത്ത ഫോണായിരുന്നു കേട്ടോ, സാംസങ് S23 അൾട്ര. അത് ലീസിനായിരുന്നു ഞാൻ എടുത്തത്. ഇപ്പോൾ 2 കൊല്ലം കഴിയുമ്പോൾ നമ്മളത് തിരിച്ചു കൊടുക്കണം. ഫോണിൻ്റെ അന്നത്തെ വില അത് ഭയങ്കരമായിരുന്നു. കാരണം S23 ആയിരുന്നു. 2023 ഞാനും ഇവിടെ വന്നത്. അപ്പോൾ അന്ന് S23 നല്ല വിലയാണ്. ഇറങ്ങിയ സമയമായിട്ട് നല്ല വില തന്നെയാണ്. അപ്പോൾ എൻ്റെ ഫോൺ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം എൻ്റെ പോക്കറ്റിൽ നിന്ന് താഴെ പോയി. അതേ കാറ് കയറി, ഞാൻ ഇരുന്ന കാറ് തന്നെ കയറി, അങ്ങനെ അത് നശിച്ചു പോയി. ഒരു റിയൽമി 6 ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനെടുത്ത ഫോണായിരുന്നു സാംസങ് S23 അൾട്ര. ഇപ്പോൾ കറക്റ്റ് അത് 2 കൊല്ലമായി. 2 കൊല്ലം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അത് റിട്ടേൺ കൊടുക്കാൻ വേണ്ടി പോകണം. എനിക്ക് ജൂൺ 20 റിട്ടേൺ കൊടുക്കേണ്ടത്. ഇന്നിപ്പോൾ ജൂൺ 18 കേട്ടോ. അപ്പം ഞാൻ അതിനുവേണ്ടി ഒരുപാട് സ്ഥലങ്ങളിൽ പോയി അന്വേഷിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫോണൊന്ന് നേരാക്കാനുണ്ടായിരുന്നു. ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നേരാക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് 20-ാം തീയതി എനിക്ക് കൊണ്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഫോൺ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വേറൊരു ഫോൺ വേണമല്ലോ അതിന് പകരമായിട്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി അപ്പോൾ ഉദ്ദേശിച്ചത്, പിന്നെ എനിക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഫോൺ വേണം. ഞാൻ ലാപ്പ് യൂസ് ചെയ്യാറില്ല, ഫോണിൽ തന്നെയാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനെന്ത് വിചാരിച്ചു, പകരം ഒരു ഇതേപോലെ തന്നെ ഞാൻ ഈ സാംസങ് ഉപയോഗിച്ച് വന്നതുകൊണ്ട്, ആൻഡ്രോയിഡ് ഉപയോഗിച്ച് വന്നതുകൊണ്ട് എനിക്ക് ആൻഡ്രോയിഡ് തന്നെ യൂസ് ചെയ്യാൻ ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഭയങ്കര ഈസിയാണ് എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ആൻഡ്രോയിഡ്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഒരു ഫോൺ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പുതിയതിലേക്ക് നോക്കാതെ സാംസങ് S22 അൾട്ര എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കൊരു റീഫർബിഷ്ഡ് ഫോൺ എനിക്ക് കിട്ടി. അപ്പോൾ എനിക്കത് $400 ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഓക്കെ, അന്ന് എനിക്ക് അത്രയും ബുദ്ധി തോന്നിയില്ല കേട്ടോ ഫോൺ ആദ്യം എടുക്കുന്ന സമയത്ത്. അന്നാണ് ശരിക്കും നമുക്ക് ജോലിയൊന്നും ഇല്ല, ശരിക്കും പാർട്ട് ടൈം ആയിട്ട് നമ്മൾ വന്ന് തുടങ്ങിയേ ഉള്ളൂ. അത്രയും വരുമാനമോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും അന്ന് ഓക്കെ, $80 അല്ലേ ഒരു മാസം വരുന്നത്, അതൊക്കെ ജോലി ഉണ്ടെങ്കിൽ അടഞ്ഞു പോകാൻ 4 മണിക്കൂറത്തെ പൈസ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ച് ഞാനങ്ങ് വാങ്ങിയതാണ്. പിന്നെ ഇതുവരെ അങ്ങ് അടഞ്ഞും പോയി, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. പക്ഷേ ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, അതൊരു മണ്ടത്തരമായിരുന്നു, വലിയൊരു മണ്ടത്തരമായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കണക്ഷൻ എടുക്കുന്നു. ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഫൈഡോ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. $35 ഉണ്ടായിരുന്നുള്ളൂ ഒരു മാസം. $35. നമുക്ക് ഇൻ്റർനാഷണൽ SMS ഉണ്ട്, അതുപോലെ തന്നെ കാനഡ വൈഡ് കോളിങ്, ഫ്രീ കോളിങ്, അതുപോലെ തന്നെ കാനഡ ഫ്രീ എല്ലായിടത്തും. കാനഡയും USA ഉണ്ട് കേട്ടോ. മെസ്സേജ് അയക്കാം, ടെക്സ്റ്റ് മെസ്സേജ്. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വിട്ടിട്ടാണ് അവരുടെ റോജേഴ്സ് ഓൺ ചെയ്യുന്നതാണ് ഈ ഫൈഡോ എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ റോജേഴ്സിലേക്ക് അവർ മാറ്റിയിട്ട്, റോജേഴ്സിലേക്ക് മാറിയാലേ നമുക്ക് ഫോൺ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു, പൈസ കുറച്ച്. അപ്പോൾ അങ്ങനെ അവരതിനെ കൊണ്ട് മാറ്റി. ഞാനപ്പോൾ $88 വെച്ചൊക്കെ അടച്ചുകൊണ്ടിരുന്നത്. കുഴപ്പമില്ലാതെ അങ്ങ് പോയി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ആലോചിക്കുകയാണ്, അതെല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ ഒന്ന് ഫൈഡോയുടെ ഒരു $35 പ്ലാൻ എടുത്ത് കഴിഞ്ഞിട്ട് വേറെ എവിടുന്നെങ്കിലും ഒരു ഫോൺ അങ്ങ് ഇതേപോലെ റീഫർബിഷ്ഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കുക. ഞാൻ തന്നെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ $400 ഫോണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് $30 പെർ മന്ത്, ഒരു മാസം $35 ഒരു മാസം ബില്ല്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മാസം പോകുന്ന $35 മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഫോൺ അങ്ങ് റെഡി കൊടുത്ത് വാങ്ങുക $400. ഇച്ചിരി ദിവസം ഫോൺ ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് പൈസ സേവ് ചെയ്ത് വെച്ചിട്ട് ഒരു ബൈ വീക്കിലിയുടെ പൈസ കയറി കഴിയുമ്പോൾ ഫോണായിട്ടും അങ്ങ് വാങ്ങുക. അപ്പോൾ അങ്ങനെ വാങ്ങാൻ ഞാനിപ്പോൾ തീരുമാനിച്ചു. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇടാൻ സമയം ലേറ്റ് ആവുമായിരിക്കും. കാരണം ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മൊബൈൽ ക്ലിനിക്കിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അത് മൊബൈൽ ക്ലിനിക്ക് എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററാണ്. അപ്പോൾ അവരതെല്ലാം ശരിയാക്കി എല്ലാം സെറ്റ് ചെയ്തിട്ട് എനിക്കൊരു കുറച്ച് ദിവസം കഴിയുമായിരിക്കും, അതിനുള്ളിൽ എനിക്ക് കിട്ടും. അതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം എനിക്കിനി ഈ എടുക്കുന്ന വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്ത് എനിക്ക് നിങ്ങളെ കാണിക്കാൻ, അപ്ലോഡ് ചെയ്യാൻ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാനും. അപ്പം ഞാനിപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആലോചിക്കാം, നമുക്കിവിടെ റിട്ടേൺ പോളിസിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ ആലോചിച്ചിരുന്നത്, ഇവിടെ ഫോൺ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എത്തുന്നതിന് മുമ്പ് ഈ 2 ദിവസങ്ങളിൽ ബെസ്റ്റ് ബൈ, അതുപോലെ തന്നെ വാൾമാർട്ട്, പിന്നെ വേറെ ഒന്നുണ്ട് സ്റ്റാപ്പിൾസ്, അതുപോലെ കുറച്ച് കടകളുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് പോയിട്ട് ഇനി ഇതിലൊക്കെ കൂടുതൽ വില കുറഞ്ഞ് കിട്ടുകയാണെന്നുണ്ടെങ്കിലോ. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഫോണെന്ന് പറയുന്നത്, ഇപ്പോൾ എടുക്കാൻ പോകുന്ന ഫോണെന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ S22 അൾട്ര 256GB റോം, 12GB റാം. അത് നല്ലൊരു വേരിയൻ്റാണ്. പക്ഷേ അതിൽ ഗുഡ് എന്നാണ് അതിൻ്റെ ആ ഒരു സ്പെസിഫിക്കേഷനിൽ എഴുതിയിരിക്കുന്നത്. എക്സലൻ്റ് അല്ല, എക്സലൻ്റ് താഴെയാണ് ഗുഡ്, ഗുഡിൻ്റെ താഴെയാണ് ഫെയർ. അപ്പോൾ ഞാൻ ആ ഗുഡ് നോക്കി അങ്ങ് എടുത്തു. പക്ഷേ ഇതിലെല്ലാം ഈ ഗുഡ് ആണെങ്കിലും എക്സലൻ്റ് ആണെങ്കിലും ഫെയർ ആണെന്നുണ്ടെങ്കിലും ആകെ വ്യത്യാസം വരുന്നതെന്ന് പറയുന്നത് ഉള്ളിലുള്ള കാര്യങ്ങൾക്കൊന്നും വ്യത്യാസം വരുന്നില്ല. കാരണം ഫോൺ എങ്ങനെ വർക്ക് ചെയ്യണോ അതുപോലെ എന്തായാലും വർക്ക് ചെയ്യും ഫോൺ. ആകെ വ്യത്യാസം വരാൻ പോകുന്നത് അതിൽ കുറച്ച് സ്ക്രാച്ചസുകൾ, ഡെൻറ്റുകൾ ഒക്കെ ഉണ്ടാവും. അപ്പം
എക്സലൻ്റ് ആണ് എന്നുള്ള ഒരു ഫോൺ ഉണ്ടെങ്കിൽ അതിൽ സ്ക്രാച്ചസും ഡെൻറ്റുകളും വളരെ കുറവായിരിക്കും, ചിലപ്പോൾ ഉണ്ടാവുക പോലുമില്ല. എവിടെയെങ്കിലും ഒരു പോറലോ കാര്യങ്ങളോ പുറകിലായിരിക്കും ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൂടുതലും. ഇനി ഗുഡ് ആണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വിസിബിൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കുറച്ച് പാടുകൾ, സ്ക്രീനിൽ ഒരു വര അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. പക്ഷെ പൊട്ടലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മൾ ഫെയറിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഗുഡിനെയും എക്സലൻറ്റിനെയും അപേക്ഷിക്കുമ്പം ഫെയറിൽ നല്ല രീതിയിലുള്ള തന്നെ പാടുകളും കാര്യങ്ങളും എന്തായാലും ഉണ്ടാവും, കൺഫേം ആയിട്ടും ഉണ്ടാവും. അപ്പോൾ അത് പുറകിലാവാം, ഫ്രണ്ടിലാവാം. ചിലപ്പം നമ്മൾ മൂല കുത്തി വീണ ഫോണാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഫ്രെയിം ഒന്നും മാറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഫ്രെയിമിൻ്റെ സൈഡിൽ ചെറിയൊരു ചിളക്കോ എന്തെങ്കിലും ഉണ്ടാവും. പക്ഷേ ഫെയറിന് വാങ്ങുമ്പം നമുക്ക് നല്ല പൈസ കുറവാണ്, അപ്പം ആ രീതിയിൽ അവർ നേരാക്കുന്നതേ ഉള്ളൂ. പിന്നെ ഉള്ളിലത്തെ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ വർക്കിംഗ് ആയതുകൊണ്ട് അവർക്ക് മറ്റൊന്നിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും